പോയാൽ നിങ്ങൾ അകത്ത്. അതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് ന്യായമായ ഒരു പ്രതിഷേധം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നടത്തി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്നലെയും മെനിഞ്ഞാനും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും അതിന് തൊട്ടു മുമ്പത്തെ ദിവസങ്ങൾ കിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള വ്യക്തി, ഇന്നലെയും മെനിഞ്ഞാനും, ഇന്നലെ തിരുവനന്തപുരത്തും ഇന്നലെ കൊല്ലത്തും പൊതുപരിപാടികൾ പങ്കെടുത്തൊരു വ്യക്തി, ആ ഒരു വ്യക്തിയെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പോയി ഇന്ന് രാവിലെ 4:30 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ഡീറ്റെയിൻ ചെയ്ത് തിരുവനന്തപുരത്ത് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു, വളരെ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി രാവിലെ 6:30 ഇവിടെ പിടിക്കുന്നു. തിരിച്ച് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായത് ഇപ്പോൾ വൈകുന്നേരം 6:30 മണിക്കാണ്. എന്ത് ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? പ്രതിഷേധം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതിന്റെ ഒരു ബഹിർസ്ഫുരണങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയമപരമായി എല്ലാ രീതിയിലും നേരിടാനുള്ള ഈ സംഘടന പ്രാപ്തരാണ്, നേരിടുക തന്നെ ചെയ്യും. ഇതിന് അത് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കുകയായിരിക്കും. എവിടെയാണ് ജില്ലാ കോടതി ബെയിലെടുക്കണോ ഹൈക്കോടതി കൊടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും. അതായത് 41A നോട്ടീസ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട്, അത് 41A നോട്ടീസ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു 41A നോട്ടീസ് കൊടുത്തുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലും ഇന്ന് ബാക്കിയുള്ള ഇന്ന് കോടതിയിലും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. 41A നോട്ടീസ് കൊടുത്തത് എങ്ങനെയാണ്? 6:30 അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു, 6:30 അടൂരിൽ നിന്ന് തിരിക്കുന്നു, 10 മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്നു, ഇതിന് 10:30 കോടതിയിൽ ഹാജരാക്കുന്നു. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഒരു പേപ്പർ നീട്ടിക്കൊടുത്തു, ആ പേപ്പർ നീട്ടിക്കൊടുത്തിട്ട് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നു, അത് ഒപ്പിടുന്നു. 41A നോട്ടീസ് കൂടെ ഇപ്പൊ ആവശ്യമില്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത്, എന്നാണ് സർക്കാരിന്റെ നയമെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. എങ്കിലും പിന്നെ എന്തിനാണ് 41A നോട്ടീസ് കൊടുത്തത്? നിങ്ങൾ റിമാൻഡ് അപേക്ഷ പരിശോധിച്ച് നോക്കുക. സർക്കാരിന്റെ ക്ലെയിം കോടതിയിലും സർക്കാരിന്റെ ക്ലെയിം റിമാൻഡ് അപേക്ഷയിലും 41A നോട്ടീസ് കൊടുത്തുവെന്ന് തന്നെയാണ്. അപ്പൊ ഇപ്രകാരം നിയമപാലകരെ, പോലീസിനെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ വളരെ ഒരു നിയമത്തിന്റെ തൊട്ടുതീണ്ടിയില്ലാത്ത രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്രകാരമുള്ള പ്രവർത്തികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും. ഇതിന് ഇവർ ഉത്തരം പറയേണ്ടി തന്നെ വരും. ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ നിയമത്തിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും, ഉത്തരം പറയിപ്പിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. നാളെ ബെയിൽ കൊടുക്കണ്ടോ? തീർച്ചയായിട്ടും ഏത് കോടതിയിൽ ബെയിൽ കൊടുക്കണമെന്നും എപ്പോൾ ബെയിൽ കൊടുക്കണമെന്നും അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. ആ പൊളിറ്റിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഈ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് സംവിധാനമുള്ള വക്കീലന്മാർ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇത് കോടതി മുഖാന്തരം തന്നെ നേരിടും. ഇത് ഭരണപക്ഷ ഭീകരതയാണ്, അതിനെ നേരിട്ടിരിക്കും, ഒരു സംശയവും വേണ്ട. മേൽക്കോടതികളിൽ അപ്പീൽ നൽകുമെന്ന് രാഹുലിനു വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയിരിക്കുന്നു. പോലീസ്